Hi friends, welcome back to AutoCAD 2009 tutorials. കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോലെ ഓട്ടോകാഡിൻ്റെ ഈ മോഡൽ സ്പേസ് എത്രമാത്രം ഇൻഫിനിറ്റ് ആണ് എന്ന് നമ്മൾക്കറിയാം. അതുപോലെ തന്നെ ഓട്ടോകാഡിൽ ഏറ്റവും പ്രത്യേകത അർഹിക്കുന്ന ഒരു കാര്യമാണ് പാലറ്റ്സ്. പാലറ്റ്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഓട്ടോകാഡിൽ വളരെയധികം പ്രത്യേകത അർഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഡ്രോയിങ് ഒബ്ജക്ട്സും, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഡ്രോയിങ് എൻറ്റിറ്റീസ് എന്ന് പറയും. അപ്പോൾ ഈ ഡ്രോയിങ് ഒബ്ജക്ട്സ് അത് സർക്കിൾ ആവട്ടെ, ലൈൻ ആവട്ടെ, പോളിഗോൺ ആവട്ടെ, റെക്റ്റാങ്കിൾ ആവട്ടെ, എന്തോ ആവട്ടെ, ഈ ഡ്രോയിങ് ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാനും അതിൽ മറ്റ് എന്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിലും വേണമെങ്കിലും പാലറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ടാണ് ഓട്ടോകാഡ് 2009 യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാലറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണണമെങ്കിൽ വ്യൂ എന്ന ടാബിൽ ഇവിടെയാണ് പാലറ്റ്സ് എന്ന് പറയുന്ന ഒരു പാനൽ കിടക്കുന്നത്. നമ്മൾ ശരിക്കും ഹോം ടാബിൽ പോയിട്ട് ലൈൻ ടൂൾ എടുത്ത് ഒരു ലൈൻ വരച്ച ശേഷം ആ ലൈനിൻ്റെ വ്യൂ ടാബിൽ നിന്നും പ്രോപ്പർട്ടീസ് എന്ന പാലറ്റ് സെലക്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് പാലറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന ഐക്കണിൽ ചെന്ന ശേഷം അതിനെ ലെഫ്റ്റ് മൗസ് ബട്ടൺ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ ടൂൾ പാലറ്റ്സ്, ഷീറ്റ് മാനേജർ പാലറ്റ്, അങ്ങനെ ഒരുപാട് പാലറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. കാൽക്കുലേറ്റർ പാലറ്റ്സ് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ പ്രോപ്പർട്ടീസ് പാലറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലൈൻ ടൂളിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പാലറ്റിനെ ശരിക്കും അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഭാഗത്ത് എൻ്റെ ലെഫ്റ്റ് മൗസ് ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം വലിക്കുകയാണെങ്കിൽ എനിക്കതിനെ എൻ്റെ മോഡൽ സ്പേസിലോ ആപ്ലിക്കേഷൻ സ്പേസിലോ എവിടെ വേണമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഈ പാലറ്റിനെ നമുക്ക് ഇവിടെ സൈഡിൽ മൗസിൻ്റെ കർസർ വെച്ചിട്ട് എത്ര വേണമെങ്കിലും വലിച്ചു നീക്കി അത് നീട്ടിയെടുക്കാനും പറ്റും, തിരിച്ച് അത് ചെറുതാക്കാനും പറ്റും. അതുപോലെ തന്നെ ഈ പാലറ്റിനെ ഇവിടെ സൈഡിൽ നമുക്ക് കൊണ്ടുവെക്കാൻ പറ്റും, അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഈ നടുക്കത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പാലറ്റ് ഇത്ര ചെറുതായി ഇതിനകത്തേക്ക് കയറും. അതിനുശേഷം ഈ പാലറ്റിനെ ലെഫ്റ്റ് സൈഡിൽ വെച്ച ശേഷം ഈ മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് അവിടെ തന്നെ ഇരിക്കും. നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഒരു ടൂള്, ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിൻ്റെ പാലറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നോക്കാമെങ്കിൽ നമ്മൾ പാലറ്റിൽ കൊടുത്ത കളർ അനുസരിച്ച് നമ്മളുടെ ബ്ലാക്ക് ലൈൻ ഇപ്പോൾ റെഡ് ലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സെയിം എൻറ്റിറ്റി തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ പാലറ്റിൽ നിന്നും റെഡ് കളർ മാറ്റിയിട്ട് ഒരു ബ്ലൂ കളർ കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആ കളർ മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഓട്ടോകാഡ് ഡ്രോയിങ്ങിലുള്ള ഓരോ ഒബ്ജക്റ്റിൻ്റെയും പ്രോപ്പർട്ടീസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസ് പാലറ്റ് ഉപയോഗിച്ചാണ് ഓരോ ഒബ്ജക്റ്റിൻ്റെയും പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുക. ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് മൗസ് വെക്കേണ്ട താമസമേ ഉള്ളൂ. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഈ പ്രോപ്പർട്ടീസ് പാലറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ പാലറ്റ്സ് എന്ന് പറയുന്ന ഒരു പാനൽ, ടാബിലുള്ള ഒരു പാനൽ ഓട്ടോകാഡ് 2009 വളരെ പ്രത്യേകത അർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഓട്ടോകാഡ് 2009 ഡ്രോയിങ് ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ ഷീറ്റ് സെറ്റ് മാനേജർ, ടൂൾ പാലറ്റ്സ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്വിക്ക് കാൽക്കുലേറ്റർ ഉൾപ്പെടെയുള്ള ഒരുപാട് ഓപ്ഷൻസ്. ആ ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി കാണാം. താങ്ക് യു.